എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തിങ്കളാഴ്ച എല്ലാവർക്കും നല്ല ഐശ്വര്യമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചന്ദ്രൻ്റെ ആധിപത്യമുള്ള ദിവസമാണ്. ചന്ദ്രഹോരയിലാണ് ദിവസം തുടങ്ങുന്നത്. ഇന്ന് എല്ലാവർക്കും നല്ല ദിവസം, തിങ്കളാഴ്ച ഒരു നല്ല ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ന് ശിവന്, മഹാദേവന്, ശ്രീപാർവതിക്കും പ്രാധാന്യമുള്ള ദിവസമാണ്. വിശ്വാസമുള്ളവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താം, തിങ്കളാഴ്ച വ്രതമനുഷ്ഠിക്കാം. അങ്ങനെ ചന്ദ്രൻ്റെ പ്രാധാന്യമുള്ള ദിവസമാണ്. ഇന്ന് എല്ലാവർക്കും മാനസികോല്ലാസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഫലം നോക്കാം. മേടരാശിക്കാരുടെ ഫലമാണ് ആദ്യം നോക്കുന്നത്. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ചില ആശാഭംഗങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള ദീർഘയാത്രയ്ക്ക് സാധ്യതയുണ്ട്. സാമ്പത്തികമായി വരുമാനം കുറയുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കുട്ടികളെക്കുറിച്ച് വലിയ ഒരു ഉത്കണ്ഠയോ ആകാംക്ഷയോ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതെല്ലാം വൈകുന്നേരത്തോടുകൂടി ശമിക്കുന്നതാണ്. എന്നാൽ സാമ്പത്തികമായ പ്രശ്നത്തിലുള്ള പിരിമുറുക്കം തുടരുന്നു. പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തതിലുള്ള മാനസിക സംഘർഷങ്ങളുണ്ടാകും. ഈ സംഘർഷങ്ങൾ മൂലം നമ്മുടെ കുടുംബത്തിൽ വഴക്കുണ്ടാക്കാൻ, ഇത് സ്ത്രീക്കും പുരുഷനും കൂടിയുള്ള ഒരു ഫലമാണ്. സ്ത്രീ ആയാലും പുരുഷന്മാരായാലും സ്ട്രെസ്സ് വരുമ്പം അത് നമ്മൾ റിലീസ് ചെയ്യുന്നത് വീട്ടിലാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്ന് നമ്മുടെ ഈ സ്ട്രെസ്സ് മൂലം വഴക്കൊന്നും ഉണ്ടാക്കാനായിട്ട് ഇടവരരുത്. വളരെ ആത്മസംയമനത്തോടു കൂടി കാര്യങ്ങളെല്ലാം മുൻപോട്ട് കൊണ്ടുപോകണം. വളരെ അനുകൂലമായ ദിവസമായിരിക്കും അടുത്ത ദിവസം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഈശ്വര പ്രാർത്ഥനയോടുകൂടി തള്ളി നീക്കേണ്ടതാണ്. വഴക്ക്, കലഹം ഇതിനൊന്നും ഇടപെടാതെ ഇരിക്കുക. കേസുകളിലും വഴക്കുകളിലുമൊക്കെ ഇടപെടാൻ എളുപ്പമുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് വളരെ അപകട സാധ്യത ഉള്ളതുകൊണ്ട് ശ്രദ്ധയോടുകൂടി എല്ലാം കൈകാര്യം ചെയ്യുക. ഇത് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഫലപ്രവചനമാണ്. എന്നാൽ ആയുധം കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്കും അതേപോലെ യൂണിഫോം ഇട്ട് ജോലി ചെയ്യുന്നവർക്കുമൊന്നും ഇത് ദോഷകരമായി കാണുന്നില്ല. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ഗുണാധിക്യമാണ് കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ ജോലിഭാരം കൂടുതലായിരിക്കും. സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു ദിവസമാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങൾക്കും തീരുമാനമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. പ്രത്യേകിച്ച് വിവാഹാദി കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് മനസ്സമാധാനം ലഭിക്കുന്ന ദിവസമാണ്. കുട്ടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കും സന്തോഷമാണ്. പങ്കാളിക്കുണ്ടായിരിക്കുന്ന അസുഖങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാകുന്നതായി കാണുന്നു. പ്രത്യേകിച്ച് രോഗാതി ദുരിതങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്കാണ് കൂടുതൽ ആശ്വാസം കാണുന്നത്. ആശ്വാസകരമായ ചികിത്സ എല്ലാം ലഭിക്കുന്നതാണ്. ദൂരയാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. തീർത്ഥയാത്രയ്ക്ക് പോകാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വളരെ നാളുകളായി ഉണ്ടായിരുന്ന ചില അസുഖങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ സന്താനങ്ങളെ കൊണ്ട് വളരെ സന്തോഷം അനുഭവിക്കുന്ന ഒരു ദിവസമാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദ, മുക്കാല്. വളരെ സന്തോഷത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ വന്നു ചേരും. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. എല്ലാവർക്കും നിങ്ങളുടെ സാന്നിധ്യം സമാധാനം പകരുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ ശാരീരിക ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. ഉച്ചയോടുകൂടി അതിന് ശമനമുണ്ടാകുന്നു. എല്ലാം ഉത്സാഹത്തോടു കൂടി ചെയ്യാനുള്ള ഒരു നല്ല സമയമാണ് ഇന്നത്തെ ദിവസം. സന്താനങ്ങളെ കുറിച്ചുള്ള ആകാംക്ഷയും അതേപോലെ പങ്കാളികളെക്കുറിച്ചുള്ള ആകാംക്ഷയും മാതാപിതാക്കളെക്കുറിച്ചുള്ള ആകാംക്ഷയുമൊക്കെ നമുക്ക് അനുകൂലമായി വരുന്നു. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പലതും നടപ്പിലാകും എന്നുള്ള ഒരു പ്രതീക്ഷയും ഇന്നത്തെ ദിവസം കൈവരുന്നതാണ്. അടുത്തതായി നമുക്ക് കർക്കിടക കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടക കൂറുകാർ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദങ്കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ദോഷാധിക്യം കാണുന്നു.
വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ ഉണ്ടാവുകയോ കുടുംബാംഗങ്ങളിൽ ചിലർക്ക് അസുഖങ്ങൾ ബാധിക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലവണ്ണം ഈശ്വര പ്രാർത്ഥനയോട് കൂടി വേണം ഇന്നത്തെ ദിവസം തുടങ്ങാൻ. ഇന്നത്തെ ദിവസം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയും ഈശ്വര പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ട്. മടിയും ക്ഷീണവുമൊക്കെ കളഞ്ഞ് ഈശ്വര പ്രാർത്ഥനയിൽ ഏർപ്പെടുക. സാമ്പത്തികമായി ചില പ്രതീക്ഷകൾ കൈവരുന്നൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായി നഷ്ടം വരാനും സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ട ഒരു ദിവസമായിരിക്കും. ഇന്ന് കടം കൊടുക്കാനോ കടം വാങ്ങാനോ പറ്റിയ ഒരു ദിവസമല്ല. എല്ലാവിധ കാര്യങ്ങൾക്കും ഇത് ബാധകമാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഈ അനുഭവങ്ങൾ കൈവരാവുന്നതാണ്. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോവുക. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഇന്നത്തെ ദിവസം എങ്ങനെയൊന്ന് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. സബോർഡിനേറ്റ്സുമായിട്ടോ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥന്മാരായിട്ടോ അല്ലെങ്കിൽ സേവകരുമായിട്ടോ ഒക്കെ വഴക്കിടാനുള്ള ഒരു സാഹചര്യമുള്ള ഒരു ദിവസമാണ്. അവരെല്ലാം വളരെ ആലസ്യത്തിലാണ് എന്ന് നമുക്ക് തോന്നുകയും നമ്മൾ അവരോട് കോപിക്കുകയും ചെയ്യും. വരുമാനം കുറഞ്ഞ ദിവസമായിരിക്കുമെന്ന്. വരുമാനം അതേപോലെ ചിലവ് കൂടിയ ദിവസമായിരിക്കും. കച്ചവടക്കാർക്കാണെങ്കിൽ ഇന്ന് പർച്ചേസ് നടത്തുന്ന അല്ലെങ്കിൽ സാധനങ്ങൾ സ്റ്റോക്ക് എടുക്കുന്ന ദിവസമായിരിക്കും. ഇന്ന് അതിനുവേണ്ടി ഒരുപാട് പണം ചിലവാക്കേണ്ടി വരും. സാരമില്ല, വരും ദിവസങ്ങളിൽ നല്ലതായിരിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടി സമാധാനത്തോടുകൂടി ഇരിക്കുക. സന്താനങ്ങളെക്കുറിച്ച് ശാന്തതയാണ് കാണുന്നത്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തികച്ചും പ്രതികൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ തന്നെ യൂണിഫോം ഇട്ട ജോലികൾ ചെയ്യുന്നവർക്കും പ്രതികൂലമായ ദിവസമായിരിക്കും. കലാ കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറിലെ ഫലം നോക്കാം. ഉത്തരം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മുട്ട്, കാല്, കണങ്കാല് എന്നിവിടങ്ങളിൽ ചില പ്രശ്നങ്ങൾ, വേദനയോ ഒടിവോ ചതവോ ഒക്കെ മുറിവോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധ്യത മാത്രമാണ്. വളരെ സൂക്ഷിച്ചാൽ അത് ഒഴിവാക്കാവുന്നതാണ്. പുതിയ ഗ്രഹത്തിലേക്ക് മാറി അവിടെ ശാന്തതയും സമാധാനവും കൈവരിക്കുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ മാനസികമായി ദുർബലരായിരിക്കുന്നവർക്ക് വളരെയധികം ഡിപ്രഷൻ കൂടുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നൊരു തെറ്റായ ധാരണ വന്നു കൂടിയിട്ട് മനക്ലേശം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഇന്ന് അവർക്ക് വൈകുന്നേരത്തോടു കൂടി കാര്യങ്ങളൊക്കെ അനുകൂലമായി വരുന്നതാണ്. സന്താനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള സമയം അവർക്ക് കൊടുക്കുക. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കുടുംബത്തിലാരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, പരസ്പരം ആശയവിനിമയം നടത്തുന്നില്ല. എല്ലാവരും അവരവരുടെ ലോകത്തിലേക്ക് ചുരുങ്ങിക്കൂടി വൃഥ ഏതെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെട്ട് വീട്ടുകാരെ ശ്രദ്ധിക്കാതെ ഇരിക്കുകയും. എല്ലാ ജീവികൾക്കും ശ്രദ്ധ അത്യാവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരെയും ശ്രദ്ധിക്കുക. എല്ലാവരുടെ കാര്യങ്ങളും പരസ്പരം പറയുകയും നോക്കുകയൊക്കെ ചെയ്താൽ പല സംഘർഷങ്ങളും ഒഴിവാക്കാവുന്നതാണ്. പൊതുവെ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായി കാണുന്നു. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. തുലാക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കുമെന്ന്. പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നടക്കുന്നതാണ്. ദൈവാധീനം കൊണ്ട് നേടേണ്ട പല കാര്യങ്ങളും നേടാൻ സാധിക്കും. ഇന്ന് നിങ്ങൾക്ക് ക്ഷേത്ര ദർശനത്തിനും മറ്റുമുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അപ്രതീക്ഷിതമായ ചില സന്തോഷ നിമിഷങ്ങൾ, ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ ബിസിനസ് ചെയ്യുന്നവർക്കും തൊഴിൽ ചെയ്യുന്നവർക്കും സാമ്പത്തികമായിട്ട് ചില ക്ലേശങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. ഗൃഹ അന്തരീക്ഷം ശാന്തമായിരിക്കും. എന്നാൽ പ്രായമേറിയ മാതാപിതാക്കൾക്കൊന്നും അത്ര നല്ല സമയമായിരിക്കുകയില്ല ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഫലമെങ്കിലും ചില പ്രത്യേക സാഹചര്യം, ചില രോഗാതി ദുരിതങ്ങൾ അലട്ടുകയും പങ്കാളിയുമായി കലഹം ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആത്മസംയമനം പാലിക്കുക. അസുഖങ്ങൾ വരുന്ന രീതിയിൽ നമ്മൾ തന്നെ സ്വയം വരുത്തി വയ്ക്കുന്ന അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ കാണുന്നില്ല. സന്താനങ്ങളെ കൊണ്ട് സന്തോഷം തന്നെയാണ് കാണുന്നത്. മാതാപിതാക്കളെക്കുറിച്ചും
സഹോദരങ്ങളെക്കുറിച്ചുമൊക്കെ കുറച്ച് ടെൻഷനുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ സുഹൃത്തുക്കൾ ചിലർ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ദിവസമാണ്. അവരുടെ ചില ഇടപെടൽ മൂലം നമുക്ക് മനക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് കഴിവതും ഇന്ന് സുഹൃത്തുക്കളുമായുള്ള സമ്പർക്കം കുറയ്ക്കുന്നത് നന്നായിരിക്കും. കലഹങ്ങൾ ഒഴിവാക്കാൻ അത് ഉപകരിക്കും. കേസുകളും വഴക്കുകളുമൊക്കെ ഇടപെട്ടിരിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറിലെ നക്ഷത്രങ്ങൾ പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് താരതമ്യേന വളരെ നല്ലൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായി മെച്ചപ്പെട്ട ദിവസമായിരിക്കും. എന്നാൽ കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് കുറച്ച് പ്രയാസങ്ങളുള്ള ഒരു ദിവസമായിരിക്കും. അവരുടെ ആരോഗ്യത്തിനോ ആയുസ്സിനോ ഒക്കെ ഹാനി വരാൻ സാധ്യതയുള്ള ദിവസമാണ്. അസുഖമുള്ള ആൾക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. ഉദര രോഗം കൂടുതലാകാൻ സാധ്യതയുണ്ട്. സ്ട്രെസ്സ് കൂടാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഇല്ല എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിലും ചില തടസ്സങ്ങൾ നേരിടുന്നതായി കാണുന്നു. കടുത്ത ഈശ്വര പ്രാർത്ഥന, കഠിനമായ തപസ്യ പോലുള്ള ഈശ്വര പ്രാർത്ഥന ഇന്നത്തെ ദിവസം ആവശ്യമാണ്. അവരവരുടെ വിശ്വാസമനുസരിച്ച് അവരവരുടെ ആചാരമനുസരിച്ച് പ്രാർത്ഥിക്കുക. നല്ല പ്രാർത്ഥന എല്ലാ പ്രശ്നങ്ങളെയും ഒഴിവാക്കി തരുന്നതാണ്. പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല മരുന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഇന്നത്തെ ഫലം നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ബന്ധുമിത്രാദികൾ വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു ദിവസമാണ്. എങ്കിലും വൈകുന്നേരത്തോടുകൂടി കുട്ടികളുമായി കലഹത്തിലേർപ്പെടാനും മനസ്സ് കലുഷിതമാകാനുമൊക്കെ സാധ്യത കാണുന്നു. കുടുംബാംഗങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മനം നൊന്തു പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ ആഹാരാദി കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഉദരരോഗത്തിന് സാധ്യതയുണ്ട്. എന്നാൽ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറിക്കിട്ടും. സാമ്പത്തികമായി നില മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. കടങ്ങളെല്ലാം ഉള്ളവർക്ക് ഇന്ന് അതിന് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. മറ്റുള്ളവരോട് ഉള്ള കടപ്പാടുകൾ പൂർത്തിയാക്കാൻ പറ്റിയൊരു ദിവസമാണ്. എന്തായാലും ഈശ്വരാധീനം വളരെ അധികം വേണ്ട ഒരു ദിവസമാണ്. കലാകായിക രംഗത്ത് ഇടപെടുന്ന എല്ലാവർക്കും നല്ല ദിവസമായിരിക്കും. അതേപോലെ തന്നെ ഔദ്യോഗിക രംഗത്ത് ഇടപെടുന്നവർക്കും രാഷ്ട്രീയ സാമൂഹ്യ തലങ്ങളിൽ ഇടപെടുന്നവർക്കും അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഇന്നത്തെ ദിവസം പരിശോധിക്കാം. അവിട്ടത്തരയും ചതയവും പുരുട്ടാതി മുക്കാലും വന്നു ചേരുന്ന കുംഭക്കൂറുകാർക്ക് വളരെ ഗുണകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ഏഴര ശനിയുടെ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് സാമ്പത്തികമായ ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഊഹക്കച്ചവടക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമല്ല. അതേപോലെ ഈ ബാങ്കുകൾ, പ്രൈവറ്റ് ബാങ്കുകൾ, അവിടെയൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നഷ്ടമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. അതുപോലെ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ മറ്റ് ചില കാര്യങ്ങളിലേക്ക് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോയതുകൊണ്ട് അവിടെയും നഷ്ടം വരാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ കുടുംബാന്തരീക്ഷം വളരെ ശാന്തമായിരിക്കും. സന്താനങ്ങളെ കൊണ്ട് സമാധാനമുണ്ടായിരിക്കും. യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് നല്ല ദിവസമാണ്. ദൂരയാത്രയ്ക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. ചിലവ് കൂടിയൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മീനരാശിക്കാരുടെ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതികാല, ഉത്രട്ടാതി, രേവതി. മീനക്കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. എല്ലാ തരത്തിലും അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ കൂടിയും ചില വിപരീതമായ അഭിപ്രായങ്ങൾ മൂലം മനസ്സൊന്ന് കലങ്ങാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില കലഹങ്ങളൊക്കെ പങ്കാളിയുമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ച് ചില ആകാംക്ഷകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് പ്രതികൂലമായ ദിവസമാണ്. കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഇന്നത്തെ ദിവസം അതിന് പറ്റിയ ദിവസമല്ല. സാമ്പത്തികമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു നിയന്ത്രണം ആവശ്യമാണ്. പർച്ചേസുകൾ നടത്തുന്നിടത്ത് കബളിപ്പിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. വാഹനങ്ങൾക്ക് ചെറിയ റിപ്പയറോ മറ്റോ ഒക്കെ വന്ന് നമുക്ക് കുറച്ച് ധനനഷ്ടം സാധ്യതയുണ്ട്. മാതാപിതാക്കൾക്ക് അനുകൂലമായ ദിവസമാണ്. സഹോദരങ്ങളിൽ നിന്ന് വളരെ സന്തോഷകരവും അനുകൂലവുമായ സമീപനം ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾ വളരെ
സന്തോഷത്തോടു കൂടി ഇടപെടുകയും വൈകുന്നേരത്തോടു കൂടി മാനസികമായി ഉണ്ടായിരിക്കുന്ന പ്രയാസങ്ങൾക്കൊക്കെ ഒരു ശാന്തത കൈവരികയും ചെയ്യുന്നു. ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. വീണ്ടും കാണാം.